ചേട്ടാ ഇതിപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് അവർ പറയണേ? അവർ പറയുന്നത് ഞാൻ പിന്നെ പൂരത്തിൻ്റെ ആളുകളായിട്ടൊക്കെ സംസാരിക്കുന്നു. അവർ പറയുന്നത് അവർക്ക് നേരിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാൻ കഴിയില്ല. കാരണം അവർക്ക് സാധാരണ അറിയാലോ, ജേസിനറിയാം പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സതീശനാണെങ്കിലും മുമ്പുണ്ടായിരുന്ന കോൺട്രാക്ടേഴ്സൊക്കെ തന്നെ ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഏറ്റവും സുരക്ഷിതമായൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ മുണ്ടത്തിക്കോട്ട് ഈ പാടത്തിന് മധ്യത്തിലുള്ള ഈ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 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 ദ്വീപ് പോലുള്ള സ്ഥലത്ത് എത്ര കാലങ്ങളായിട്ട് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവരത്ര ശ്രദ്ധയോട് നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 10, 50, 100 താഴെ ആളുകളൊക്കെ ജോലി ചെയ്യുന്നൊരു, പ്രത്യേകിച്ച് 26-ാം തീയതി വെടിക്കെട്ട്, അതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട്, 23, 24 സാമ്പിൾ വെടിക്കെട്ടാണ്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെടിക്കെട്ടിന് സമാനമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അത്ര ശ്രദ്ധിക്കാതെ അവരെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതില്ല. അപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റേതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. കാരണം പല ലോബികളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഇനി കഴിഞ്ഞ തവണയൊക്കെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്ന സമയത്തൊക്കെ അത്തരം ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഞാനതൊന്നും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ കടുത്ത ചൂട് വേനലിൻ്റെ മധ്യത്തിൽ സംഭവിച്ചായിരിക്കാമെന്നാണ് ഞാൻ തോന്നുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം വളരെ ആവശ്യമാണ്. ഇത് മിനിസ്റ്റീരിയൽ ലെവലല്ല, ഒരു മജിസ്റ്റീരിയൽ ലെവൽ അന്വേഷണം മാത്രം പോരാ. ഇതിൻ്റെ വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം വളരെ അനിവാര്യമാണ്. അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.